നമസ്കാരം. EVM ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും കൊഴുക്കുകയാണ്. ഒരു വശത്തെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വോട്ടർ പട്ടിക സംബന്ധിച്ച ഉത്തരം മുട്ടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കുന്നു. മറുവശത്ത് EVM മാറ്റണമെന്ന പ്രധാന ആവശ്യവുമായിട്ട് വോട്ടർ പട്ടിക ക്രമക്കേടുകൾ നിരന്തരം പുറത്തു കൊണ്ടുവരുന്ന പ്രതിപക്ഷം നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം രാജ്യത്ത് ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി തന്നെ നിലനിൽക്കുന്ന സമയത്താണ് ഇനി EVMന്റെ ഭാവി എന്താകുമെന്ന ചോദ്യവും നിലനിൽക്കുന്നത്. എന്നാൽ പഴയ കണക്ക് വിവരിച്ച് എളുപ്പത്തിൽ തടി തപ്പാമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മോഹം ഇനി നടക്കില്ല. അതിനുള്ള ഉത്തരം നീതിപീഠത്തിന് മുന്നിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ബീഹാറിലെ വോട്ടർ പട്ടികകളിൽ പ്രത്യേക തീവ്ര പരിഷ്കരണം നടത്തുവാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്ന വാർത്തയാണ് ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അനർഹരുടെ പേരുകൾ നീക്കുവാനും യോഗ്യരായിട്ടുള്ള പൗരന്മാർ മാത്രമേ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാനും ബീഹാറിൽ പ്രത്യേക തീവ്ര പരിഷ്കരണം നടപ്പിലാക്കാൻ ജൂൺ 24-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം അവസാനമാണ് വോട്ടെടുപ്പ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 19, 21, 325, 326, അതുപോലെ 1950 ജനപ്രാതിനിധ്യ നിയമം, 1960 വോട്ടർ രജിസ്ട്രേഷൻ നിയമം എന്നിവയിൽ വ്യവസ്ഥകൾ ലംഘിക്കുന്ന കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിക്കുവാനും സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ തടസ്സപ്പെടുത്തുവാനുമാണ് നീക്കമെന്നും പ്രശാന്ത് ഭൂഷൺ ആരോപിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2003 വോട്ടർ പട്ടികയാണ് ആധികാരികം എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അന്ന് 4.96 കോടി വോട്ടർമാരായിരുന്നു ബീഹാറിൽ ഉണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പട്ടികയിൽ 7.89 കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും 4.96 കോടി വോട്ടർമാരെ ഒഴിവാക്കി. ബാക്കി 2.93 കോടി വോട്ടർമാർ ജനനത്തീയതി, ജനനസ്ഥല രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കണമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കലുകളും കൂട്ടിച്ചേർക്കലുകളും വരുത്തുവാനുള്ള നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ ഇന്ത്യ സഖ്യം അതിനെതിരെ ശക്തമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ വോട്ടർമാർ പൗരത്വം തെളിയിക്കണമെന്നുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിർദ്ദേശത്തെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യം ആഞ്ഞടിച്ചത്. സംസ്ഥാനം മുഴുവൻ വോട്ട് ബഹിഷ്കരിക്കണമെന്ന് വരെ ഇന്ത്യ സഖ്യം ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ മൊബൈൽ ഫോണിലൂടെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് ബീഹാർ മാറുമെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ദീപക് പ്രസാദ് അറിയിച്ചത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ അത് എന്തെന്ന് വെച്ചാൽ തന്നെ ഈ കള്ള വോട്ടുകൾ കയറാനുള്ള സാധ്യതകൾ ഇതിൽ വളരെയേറെയാണ് എന്നതാണ്. കാരണം നേരിട്ട് ബൂത്തിൽ പോയി വോട്ട് ചെയ്തിട്ട് പല തിരിമറികളും അട്ടിമറികളും നടക്കുന്ന ഈ കാലത്താണ് ഈ ഡിജിറ്റൽ തട്ടിപ്പിലൂടെ മൊബൈൽ ഫോൺ വഴിയുള്ള വോട്ട് ചെയ്യൽ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം അപകടകരമാണെന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. പട്ന, റഹത്താസ്, അതോടൊപ്പം തന്നെ കിഴക്കൻ ചമ്പാരൻ എന്നീ 3 ജില്ലകളിലെ 6 മുനിസിപ്പൽ കൗൺസിലുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സമാനമായിട്ടുള്ള രീതിയിൽ വോട്ടെടുപ്പ് നടക്കുമോ എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ കഴിയാത്തവർക്ക് വോട്ട് ബൈ മൊബൈൽ സൗകര്യം ലഭ്യമാക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ട് വോട്ട് ചെയ്യാൻ വോട്ടർമാർ അവരുടെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ, പ്രവാസികളായിട്ടുള്ള വോട്ടർമാർ എന്നിവർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയും ഹരിയാനയും ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് ആടി ഉലയുമ്പോൾ ബീഹാർ വഴി അധികാരം പിടിക്കാനുള്ള ശ്രമത്തിലാണ് BJP. അതിന് തടയിടാൻ സുപ്രീം കോടതി ഇപ്പോൾ നേരിട്ടിറങ്ങുമെന്ന് തന്നെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്.